അമ്മ എന്തൊക്കെയാ ഈ പിള്ളേരോട് പറയുന്നേ? മക്കള് വളരേണ്ടത് അച്ഛനമ്മമാരുടെ ആഗ്രഹം പോലെ അല്ലേ അമ്മേ? അതിന് അമ്മൂമ്മ തടസ്സം നിൽക്കുന്ന എന്തിനാ? ഓഹോ എടാ, എനിക്ക് എന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്തണം. അല്ലാതെ ആനന്ദമാഷും കുടുംബം പൂത്തൊലിഞ്ഞു നിന്നിട്ട് എനിക്കെന്തിനാടാ? നീ മാഷിന്റെ വിവരം വരെ വിളിച്ച് അന്വേഷിച്ചോ? ഇന്ദ്രേട്ടനെ വിളിച്ചപ്പോ എടുത്തില്ല. തിരിച്ചു വിളിക്കുമായിരിക്കും. അവൻ ഫോൺ എടുത്തില്ലെങ്കിലേ മാഷിന്റെ അവസ്ഥ കുറച്ച് മോശം തന്നെയായിരിക്കും. പലരുടെയും പ്രാക്ക് വാങ്ങിക്കൂട്ടിയാൽ ഇതായിരിക്കും അവസ്ഥ. എടാ, നാട്ടുകാർക്ക് മുന്നിൽ അനന്തമാഷ വലിയ ആദർശശാലിയും ജനപ്രിയനും ഒക്കെ ആയിരിക്കും. പക്ഷെ അയാളുടെ പ്രവൃത്തി കൊണ്ട് വേദനിക്കുന്ന പലരും ഇവിടെയുണ്ട്. ഞാനും വരീനും ഒക്കെ അതിൽ ചിലര് മാത്രമാണ്. അല്ല, അമ്മയോട് മാഷ് എന്ത് തെറ്റാ ചെയ്തേ? ഒരു മരണത്തെ ഇവിടെ കൊണ്ട് തളച്ചിട്ടുണ്ടല്ലോ. അല്ലേ, ഈ കുടുംബത്തിന് അന്തസ് കെടുത്താനല്ലേ അയാളത് ചെയ്തത്? എന്നാ പറഞ്ഞു നടക്കുന്നതോ? മരിച്ചെന്ന് കരുതിയ ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയെന്ന്. ശേഖരന് പുനർജന്മം കൊടുത്ത മഹാൻ കാരണം എന്റെ കുടുംബത്തിനാ നാണക്കേടുണ്ടായത്. അപ്പൊ ഞാൻ അയാളെ പ്രാകണ്ടടാ. മതിയമ്മേ, അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരുന്നിട്ട്. എടി, ഞാൻ പറയൂടി, എനിക്ക് അയാളോടുള്ള ദേഷ്യം പറഞ്ഞെങ്കിലും തീർക്കട്ടെ. മക്കളെ, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പുറത്തു പോയി കളിച്ചോ കേട്ടോ. ചെല്, വയ്ക്കോ. ആ വിനയന്റെ ജീവിതം ഒന്ന് കരപിടിച്ചു വരികയായിരുന്നു. അതിനിടയിൽ ചീരുവിനെ അയാൾ വിനയൻ അറിയാതെ സിംഗപ്പൂരിലേക്ക് അയച്ചു. അവനും മനസ്സൊരുക്കി ശപിച്ചു കാണും. ഇപ്പൊ എന്തായി? ശേഖരൻ ഇവിടുത്തെ വീട്ടുകാരനാവുന്നതും ചീരു സിംഗപ്പൂരിൽ നിന്ന് ലക്ഷങ്ങൾ കൊയ്തുകൊണ്ട് വരുന്നതും കാണാൻ ഭാഷ ഉണ്ടാവണമെന്നുണ്ടോ? ഉണ്ടോ? സിംഗപ്പൂരിലേക്ക് പറഞ്ഞവള് ചിലപ്പോ തിരിച്ചു പറക്കേണ്ടി വരും. അതെ, അതൊക്കെ അമ്മയുടെ വെറും ആഗ്രഹം മാത്രമാ. മാഷിനൊന്നും സംഭവിക്കില്ല. മാഷേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരും. നമുക്ക് കാണാം. കാണാം, വന്നാ കാണാം. സോനെ, നിനക്ക് തോന്നുന്നുണ്ടോ ഇയാള് തിരിച്ചു വരുമെന്ന്? എനിക്കൊന്നും അറിയില്ല. ഒക്കെ ഓരോരുത്തരുടെ വിധി പോലെ ഇരിക്കും. അതാണ്, വിധി പോലിരിക്കും. വിധി പോലിരിക്കും. ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ. ഇനിയിപ്പോ എല്ലാവരും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അണ്ണൻ ഐസിയുലായതുകൊണ്ട് പുറത്ത് ആരെങ്കിലും ഒരാൾ വേണമെന്നേ ഉള്ളൂ. അതെ, വീട്ടില് കുട്ടികളൊക്കെ ഉള്ളതല്ലേ. രഘു അമ്പിളി അങ്ങോട്ട് പൊക്കോ. വേണമെങ്കിൽ അനു അങ്ങോട്ട് വന്നോട്ടെ. ഞാനിവിടെ നിന്നോളാം. വേണ്ടത്ര, നിങ്ങൾ പോയിക്കോ. ഞാനെന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. ഞാനും അതെ. അച്ഛൻ കണ്ണു തുറന്ന് കാണാതെ എനിക്കിനി ഇവിടുന്ന് പോവാൻ പറ്റില്ല. അതെ, ഞാനും രഘുവേട്ടൻ ഇവിടെ ഇരുന്നോളാം. എടി, നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് പോയിക്കോ അനു. വിച്ചുമോനെ ലച്ചുമോളെയും ഇന്ദ്രേട്ടൻ സത്യനോട് പറഞ്ഞ് അവരുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വേണമെങ്കിൽ അവരവിടെ നിന്നോളും. പിന്നെ ഭദ്രമോളെ ആർച്ചമോളെയൊക്കെ ഭാനുമ്മ നോക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ അച്ഛന്റെ കൂടെ നിൽക്കായിരുന്നു. അത് വേണ്ട മോളെ, അവര് പ്രായമായിട്ടുള്ള സ്ത്രീയല്ലേ. 2 കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ തനിച്ച് രാത്രി അവിടെ നിർത്തുന്നത് റിസ്ക്കാ. അതെ അനു, പിന്നെ ഇവിടെ ഇപ്പോ എമർജൻസി ആയിട്ടൊന്നുമില്ലല്ലോ. എല്ലാവർക്കും കൂടെ ഇവിടെ നിൽക്കാനും ബുദ്ധിമുട്ടാ. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും. അല്ല, ഐസിയിലുള്ള പേഷ്യന്റ് ആയതുകൊണ്ട് ചിലപ്പോ 2 ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കാൻ പറ്റും. രാത്രി ഇപ്പോ രഘു അമ്പടി തന്നെ നിൽക്കട്ടെ. രാത്രി ആവുന്നവരെ ഞാനും നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും പോയി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്ക്. അതെ അനു, അതാ നല്ലത്. രാവിലെ ഇങ്ങോട്ട് വരുമ്പോ മാറാനുള്ള ഡ്രസ്സ് കൂടെ കൊണ്ടുവരണേ. അപ്പൊ ചേച്ചി നാളെയും വീട്ടിലേക്ക് പോകത്തില്ലെന്നാണോ? അതെ, ഞാനിനി അച്ഛൻ വരുമ്പോഴേ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ.
പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഭാനുമ നല്ല വിഷമത്തിലായിരിക്കും. എന്നാ പിന്നെ നമുക്കിറങ്ങാനോ?